നമസ്കാരം. ലോക്സഭയിൽ ബിജെപിക്ക് ഏറ്റവും അധികം തലവേദനയുണ്ടാക്കിയ MP തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൊയ്ത്രയായിരുന്നു. അവർ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണനഗറിൽ നിന്നും 4,14,872 വോട്ടുകൾക്ക് വിജയിച്ചുകൊണ്ടാണ് ലോക്സഭയുടെ പടി കയറിയത്. അന്ന് പരാജയപ്പെടുത്തിയത് ബിജെപിയുടെ കല്യാൺ ചൗബെയായിരുന്നു. എന്തായാലും ചോപ്ര, പലാശ്പര, കളിഗഞ്ച് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് അന്ന് മഹുവ മൊയ്ത്രയ്ക്ക് ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കളിഗഞ്ചിൽ ബിജെപി അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അഴിമതി ആരോപണങ്ങളും പാർട്ടിയിലെ ഉൾപ്പോരുകളും ഒക്കെ തൃണമൂൽ കോൺഗ്രസിന് സമ്മാനിക്കുന്ന തലവേദന ചെറുതല്ല. ഇത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ബിജെപി നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്തെന്നാൽ ഈ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ആരെയായിരിക്കും ബിജെപി മത്സരത്തിനിറക്കുക എന്നതാണ്. മഹുവ മൊയ്ത്രയ്ക്കെതിരെ ബിജെപി രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു രാജമാതാവിനെ തന്നെയാണ്. അമൃത റോയ് എന്നാണ് അവരുടെ പേര്. കൃഷ്ണനഗർ ജനതയുമായി ഏറ്റവും അധികം ആത്മബന്ധമുള്ള നാദിയ രാജകുടുംബത്തിലെ അംഗമാണ് ഈ അമൃത റോയ് എന്ന് പറയുന്നത്. കലാ സാംസ്കാരിക രംഗത്തൊക്കെ വലിയ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കൃഷ്ണനഗർ. ചരിത്രത്തിന്റെ ഭാഗമായ മഹാരാജ കൃഷ്ണചന്ദ്ര റോയ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പശ്ചിമ ബംഗാളിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ചെറുതായിരുന്നില്ല. ആ സ്നേഹം കൃഷ്ണനഗറിലെ ജനങ്ങൾക്ക് ഇപ്പോഴും നാദിയ രാജകുടുംബവുമായി ഉണ്ട് താനും. എന്തായാലും കൃഷ്ണനഗർ മണ്ഡലത്തിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, പലപ്പോഴും ബിജെപിയിലെ രാജമാത എന്നുള്ള ടാഗ് ലൈൻ നമ്മൾ കൊടുക്കാറുള്ളത് രാജസ്ഥാനിലെ വസുന്ധര രാജ സിന്ധ്യയ്ക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ മറ്റൊരാൾ കൂടി അതേ ടാഗ് ലൈന് വേണ്ടി അർഹയായി രംഗത്ത് വന്നിരിക്കുന്നു. അത് അമൃത റോയ് ആണ്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൊയ്ത്രയും ബിജെപിയുടെ അമൃത റോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും അവിടെ വിജയിച്ച് കയറുക എന്ന വലിയ ആകാംക്ഷ, വലിയ സസ്പെൻസ് കൃഷ്ണനഗർ നിലനിർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് സിറ്റി മലയാളം.